സ്വന്തം കുഞ്ഞുങ്ങളെ വിശപ്പ് വന്നപ്പോൾ വിഴുങ്ങിയിട്ടുള്ള മീനിനെയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ സാധാരണ മീൻ കട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള മീനുകളൊക്കെ മീനിൻ്റെ വയറ്റിനുള്ളിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ സ്വന്തം മീനിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുവരെ കിട്ടാറില്ല. ശരിക്കും നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത്, ഇത് മീൻ വിഴുങ്ങിയതാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിനല്ല, വിശപ്പ് വന്നപ്പോൾ വിഴുങ്ങിയതല്ല. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ അങ്ങനെ അത് ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് കടലിനുള്ളിലുള്ള ഒരു സ്നേഹമാണ് ഈ കാണിക്കുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ സ്വന്തം മക്കൾക്ക് ക്യാഷ് കിട്ടാത്തതിൻ്റെ പേരിൽ അമ്മനെ കുത്തുന്ന, അച്ഛനെ കുത്തുന്ന അങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് ഓവറായിട്ട് വലിച്ചു നീട്ടിയിട്ട് ഞാൻ പറയുന്നില്ല. അതായത് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് മീൻ, അതായത് ഏട്ടമീൻ, ഈ ഒരു മീൻ തള്ളമീൻ വായ തുറന്നിട്ട്, അമ്മ മീൻ വായ തുറന്നിട്ട് ആ വായക്കകത്തേക്ക് എല്ലാ മീനിനെയും കയറ്റി വെച്ചതാണ്. അതായത് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തതാണ്. ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിർത്തി വെച്ചിട്ടുള്ള ആ ഒരു സമയത്താണ് ഈ ഒരു മീനിന്, വലിയ അമ്മ മീനിനെ വലക്കാരോ അല്ലെങ്കിൽ സാധാരണ മീൻ പിടിക്കുന്ന ആളുകളോ മീനെ പിടിച്ചിട്ട് കരയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ സമയത്താണ് ഈ ഒരു മീനിൻ്റെ വായക്കകത്ത് നിന്നിട്ട് ഈ കുഞ്ഞു മീനുകളൊക്കെ ചത്തുപോയിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നും. ഈ ഒരു ചെറിയ മീനും കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് കഴിക്കാറില്ല, കളയാറാണ്. കസ്റ്റമർ അത് കഴിക്കാറില്ല, കസ്റ്റമർ കളയാതാണ്. നമുക്കത് കഴിക്കാൻ പറ്റും. കഴിച്ചു നിന്നിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളായിരുന്നല്ല. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് ചിന്തിക്കാറുണ്ട് ഇതിനകത്ത്. കാരണം അത്രയും അമ്മ മക്കളെ സുരക്ഷിതമായിട്ട് എടുത്തു വെച്ചുള്ളൊരു സ്ഥലമാണ് അമ്മൻ്റെ വായക്കകത്ത്. ആ ഒരു വായ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത്രയും മീൻ കുഞ്ഞുങ്ങൾ നമുക്ക് കാണുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നി. കാരണം ഒരു 100 മീനിൻ്റെ അടുത്ത് കാണുന്നത്. ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് വെച്ചിട്ടുള്ള ഏകദേശം ഒരു 60 മീനിൻ്റെ മുകളുണ്ട്. അതിനേക്കാളും കൂടുതൽ മീനുണ്ട്. ഞാനത് കണ്ടു കഴിഞ്ഞപ്പം ഏട്ടമീൻ, പ്രസവിക്കുന്ന ഏട്ടമീനാണ് ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും മീനുണ്ടായിരുന്നു. നമ്മൾ സ്രാവൊക്കെ പ്രസവിക്കാറില്ല, അതേപോലെ പ്രസവിക്കുന്ന ഏട്ടമീനാണ് കരുതിയിരുന്നത്. അപ്പോൾ സംഭവം അതല്ല. ആ അമ്മക്ക് മക്കളോടുള്ള സ്നേഹമാണ് നമ്മൾ ഞാൻ കാണിച്ചു തരുന്നത്. ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാ തുറന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വലയിടാൻ വേണ്ടി പോകുന്ന സമയത്ത്, വലയിൽ ലോക്കാകുന്ന സമയത്ത് മക്കൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാ തുറന്നിട്ട് വാക്കകത്ത് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്. ആ സമയത്താണ് നമുക്കൊരു മീനെ കിട്ടുന്നത്. ഏട്ടമീൻ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. പക്ഷെ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി നല്ല ഒരു അക്രമിയായിട്ടുള്ള മീനായിരിക്കും. കാരണം ഈ സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നക്കാരായിട്ടുള്ള മീനൊക്കെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ ഒരു സംഭവം കണ്ടോട് കൂടിയിട്ട് ആ ഒരു ഏട്ടമീൻ്റെ അടുത്തുള്ള ഒരു നമുക്ക് മാറി. ഞാൻ ഭയങ്കര എല്ലാവരും പറഞ്ഞിട്ട് ഇതാക്കുന്നതല്ലാണ്. നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് ചില വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല. ന്യൂസൊക്കെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. മക്കൾക്ക് ക്യാഷ് കൊടുക്കാത്തതിൻ്റെ പേരിൽ മക്കളമ്മനെ കുത്തിക്കൊന്നതും കുത്തി പരിക്കേൽപ്പിച്ചൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കാണുന്നതാണ്. അതേപോലെ തന്നെ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചുള്ള ന്യൂസുകളും ഒരുപാട് നമ്മൾ കാണുന്നതാണ്. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊക്കെ അച്ഛനമ്മമാരൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു വലുതായിട്ടുള്ളത്. കാരണം കാക്കക്കും പൂച്ചക്കൊന്നും കൊടുക്കാതെ നമ്മളെ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തൊക്കെ നിർത്തി നമ്മളെ ഈ ഒരു വലിപ്പം വരെ ആക്കിയിട്ടുള്ളതാണ് അമ്മമാരൊക്കെ. അപ്പോൾ അതേ ഒരു മീനിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ ഒരു ഉദാഹരണം പറഞ്ഞല്ല, എല്ലാ ജീവികളും അവരെ മക്കളെ അത്രയും പൊന്നുപോലെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ ഒരു വലിപ്പത്തിലാക്കുന്നത്. നമ്മൾ ഈ ഒരു വലിപ്പം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു മീനെ പിടിച്ച്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളത്. കടലിൽ ഇതേപോലത്തെ പല സംഭവങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ചില മീനുകൾ കട്ടുന്ന സമയത്ത് നമ്മൾ കാണാത്ത പല സംഭവങ്ങളും കാണുന്നതാണ്. നിങ്ങൾക്ക് പരമാവധി ഞാൻ കാണിച്ചു തരാറുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് മീനുകൾ നമ്മൾ കട്ടുന്ന സമയത്ത് വേറെ മീനുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതുപോലെ സ്വന്തം മീൻ നമുക്ക്